ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് കോട്ടയം ജില്ലാ വിശേഷങ്ങളുമായി കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ചങ്ങനാശ്ശേരി സെന്റ് ബെർക്കുമാൻസ് കോളേജ് ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തു. പരസ്പര ബഹുമാനത്തിന്റെ പ്രാധാന്യത്തിന് ഊന്നൽ നൽകിയ ഉപരാഷ്ട്രപതി മറ്റുള്ളവരുടെ വികാരങ്ങളെ മാനിക്കുന്നത് നമ്മുടെ സ്വന്തം വികാരങ്ങൾ മാനിക്കപ്പെടുന്നു എന്ന് ഉറപ്പാക്കുന്നതിൽ അത്യന്താപേക്ഷിതമാണെന്ന് വ്യക്തമാക്കി. വികസിത ഇന്ത്യ എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുമ്പോൾ ഉത്തരവാദിത്തമുള്ള പൌരന്മാരെയും നൂതനാശയ ഉപജ്ഞാതാക്കളെയും നേതാക്കളെയും വാർത്തെടുക്കുന്നതിൽ സെന്റ് ബെർക്കുമാൻസ് കോളേജ് പോലുള്ള സ്ഥാപനങ്ങൾ നിർണായക പങ്ക് വഹിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ബെർക്കുമാൻ സെന്റർ ഫോർ എമർജിംഗ് ടെക്നോളജീസും ഡോക്ടർ KM എബ്രഹാം സെന്റർ ഫോർ എനർജി ആൻഡ് എൻവയോൺമെന്റും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, മന്ത്രി VN വാസവൻ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. വേനൽക്കാല രോഗങ്ങളെ നേരിടാനുള്ള ഒരുക്കങ്ങൾ ഊർജിതമാക്കാൻ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ കൂടിയ വിവിധ വകുപ്പുകളുടെ യോഗം തീരുമാനിച്ചു. പ്രധാന സർക്കാർ ആശുപത്രികളിൽ 2 വീതവും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 5 കിടക്കകൾ വേനൽക്കാല രോഗങ്ങളുമായി ബന്ധപ്പെട്ടെത്തുന്ന രോഗികൾക്കായി മാറ്റിവെക്കും. സ്കൂളുകൾ വഴി കുട്ടികൾക്കിടയിൽ ബോധവത്കരണം നടത്താൻ വിദ്യാഭ്യാസ വകുപ്പിന് യോഗം നിർദ്ദേശം നൽകി. ആശുപത്രി പരിസരങ്ങൾ ഉൾപ്പെടെ ഔഷധ സസ്യങ്ങൾ വെച്ചുപിടിപ്പിക്കാനും കൃഷി വകുപ്പിനോട് നിർദ്ദേശിച്ചു. ഗർഭാശയ ഗള ക്യാൻസർ പ്രതിരോധത്തിനുള്ള HPV വാക്സിനേഷൻ ക്യാമ്പയിന് ജില്ലയിൽ തുടക്കമായി. ഗർഭാശയ ഗള ക്യാൻസറിനെതിരായ വാക്സിൻ കൂടി ദേശീയ പ്രതിരോധ കുത്തിവയ്പ് പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിന്റെ മുന്നോടിയായാണ് 14 വയസ്സ് പ്രായമുള്ള പെൺകുട്ടികൾക്ക് ആദ്യഘട്ടത്തിൽ HPV വാക്സിനേഷൻ ആരംഭിച്ചത്. രാജ്യവ്യാപകമായി ഫെബ്രുവരി 28-നാണ് ക്യാമ്പയിൻ തുടങ്ങിയത്. 3 മാസത്തിനകം 14 വയസ്സുള്ള എല്ലാ പെൺകുട്ടികൾക്കും ഒറ്റ ഡോസ് വാക്സിൻ നൽകാനാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ തീരുമാനം. എല്ലാ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലും 14 വയസ്സുള്ള പെൺകുട്ടികൾക്ക് സൗജന്യമായി HPV വാക്സിനേഷൻ സൗകര്യം ലഭ്യമാണ്. വഴിയരിക് കയ്യേറി സ്വകാര്യ വ്യക്തികൾ അനധികൃതമായി വ്യാപാര സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നത് തടയാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ വികസന സമിതി യോഗം തീരുമാനിച്ചു. പൊതുമരാമത്ത് വകുപ്പ് നിരത്ത് വിഭാഗത്തിന് കീഴിൽ വരുന്ന റോഡുകളിലെ കയ്യേറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെടുമ്പോൾ തന്നെ നോട്ടീസ് നൽകി ഒഴിപ്പിച്ചു വരുന്നതായി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. തെരുവോര കച്ചവടം നടത്തുന്ന സ്ഥാപനങ്ങളിൽ കൃത്യമായ പരിശോധന നടത്തിവരുന്നതായി ജില്ലാ ഫുഡ് സേഫ്റ്റി ഓഫീസർ അറിയിച്ചു. അനധികൃത കച്ചവടം ഒഴിപ്പിക്കുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങൾ സ്വീകരിക്കുന്ന നടപടികൾക്ക് പോലീസ് സംരക്ഷണം നൽകുമെന്ന് ജില്ലാ പോലീസ് അധികൃതർ പറഞ്ഞു. സർക്കാർ ഓഫീസുകളിലെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മരങ്ങൾ മുറിക്കുന്നതിനുള്ള നടപടികളിൽ പ്രായോഗികമായ സമീപനം സ്വീകരിക്കണമെന്ന് ജില്ലാ കളക്ടർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. അരുവിത്തുറ സെന്റ് ജോർജ് കോളേജിൽ സംഘടിപ്പിച്ച വാനനിരീക്ഷണ പരിപാടി ശ്രദ്ധേയമായി. കോളേജ് ഭൌതിക ശാസ്ത്ര വിഭാഗവും ആസ്ട്രോ കേരള സംഘടനയും ചേർന്ന് നടത്തിയ പരിപാടിയിൽ പൊതുജനങ്ങൾ ഉൾപ്പെടെ 300-ലധികം പേർ പങ്കെടുത്തു. ഓറിയോൺ നെബുല, ചന്ദ്രോപരിതലം, വ്യാഴം, വിവിധ ഉപഗ്രഹങ്ങൾ, സീറിയസ് നക്ഷത്രം എന്നിവ കാണികൾ ടെലിസ്കോപ്പിലൂടെ വീക്ഷിച്ചു. അരനൂറ്റാണ്ടിന്റെ പ്രൌഢിയിൽ കോട്ടയം TB റോഡിലെ ഇന്ത്യൻ കോഫി ഹൌസ് കോട്ടയത്തിന്റെ മുഖമുദ്രകളായ ഭക്ഷണശാലകളിൽ ഒന്നാണ് TB റോഡിലെ കോഫി ഹൌസ്. 50 വർഷം മുൻപ് എറണാകുളത്തെ ഒരു കോഫി ഹൌസ് ശാഖ അടച്ചപ്പോൾ അവിടുത്തെ ഫർണിച്ചറും ജീവനക്കാരെയും കൊണ്ടുവന്ന് ഇവിടെ പുതിയ ശാഖ ആരംഭിക്കുകയായിരുന്നു. മന്ത്രിമാർ, MLA-മാർ ഉൾപ്പെടെ ഇന്നത്തെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ ഇവിടുത്തെ സ്ഥിരം സന്ദർശകരായിരുന്നു. ചങ്ങനാശ്ശേരിക്കടുത്തുള്ള വാഴപ്പള്ളി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ലിഖിതങ്ങൾ കണ്ടെത്തി. ക്ഷേത്ര നിലവറയിൽ നിന്ന് കണ്ടെത്തിയ നൂറ്റാണ്ടുകൾ പഴക്കം ചെന്ന ഓട്ടുരുളികളിലാണ് തമിഴിലും വട്ടെഴുത്തിലും മലയാണ്മയിലുമുള്ള ലിഖിതങ്ങൾ. നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രചാരത്തിലിരുന്ന ലിപികൾ ലിഖിതങ്ങളിലുണ്ട്. ഭാഷാ ചരിത്ര വിദഗ്ധർ ലിഖിതങ്ങളിൽ പ്രാഥമിക പഠനം നടത്തി. ചരിത്ര പ്രാധാന്യമുള്ള വസ്തുക്കളായതിനാൽ തന്നെ കൂടുതൽ പഠനങ്ങൾ നടത്താൻ പദ്ധതിയുണ്ട്. ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു.